അത് പ്രവർത്തന യോഗ്യമായതോടുകൂടി ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ മിനിസ്റ്റർ AK ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശീന്ദ്രൻ, നമുക്കറിയാം 4 ദിവസത്തെ രക്ഷാ ദൗത്യം ഇപ്പോഴും തുടരുന്നു. ഇനിയിപ്പോൾ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം, ഇന്നിപ്പോൾ 7ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരച്ചിലിപ്പോൾ മറ്റ് ജില്ലകളിലേക്ക്, നമുക്കറിയാം നേരത്തെയൊക്കെ ചാലിയാർപ്പുഴ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോഴും നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് സർ, ഇപ്പോൾ കേരളം ഒന്നാകെ കൈകോർക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീട് വെച്ച് നൽകാമെന്നുള്ളൊരു വാക്കുകൾ വരുന്നുണ്ട്. സാർ, ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? ഈ മഹാദുരന്തം ഉണ്ടായതിനെ തുടർന്ന് അതിന്റെ പ്രയാസം അനുഭവിക്കുമ്പോൾ തന്നെ, മനോവിഷമം അനുഭവിക്കുമ്പോൾ തന്നെ ഈ ദുരന്തത്തെ നേരിടാനും ദുരന്ത ബാധിതരെ സഹായിക്കാനുമുള്ള കേരളത്തിന്റെ പൊതുവായ ഒരു ആഗ്രഹം ശക്തമായി പ്രതിഫലിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. നമ്മൾ ഒന്നാണ് എന്ന ഭാവത്തോടുകൂടി മറ്റെല്ലാം മറന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളം, ഇതാണ് യഥാർത്ഥ കേരളം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും സഹകരണത്തിന്റെയും അന്തരീക്ഷം. അപകടത്തിൽപ്പെട്ടവരും മരിച്ചുപോയവരും ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ ഏത് പാർട്ടിയാണെന്നോ എന്ത് നിറമാണെന്നോ ഒന്നും ആരും ഇതുവരെ നോക്കിയിട്ടുമില്ല, നോക്കുന്നുമില്ല. അതേപോലെ തന്നെ ആര് ആ ജാതി മത ഭേദമന്യേ എല്ലാവരും സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയുമാണ് നാം കാണുന്നത്. കേരളത്തിന്റെ ഈ നന്മകളെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് ഈ ലക്ഷ്യത്തിൽ പോവുകയാണ്. തെരച്ചിൽ പ്രവർത്തനം ഇപ്പോഴും വളരെ സജീവമാണ്. ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതിനെ തുടർന്ന് ഉപസമിതി യോഗം കൂടി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യ ജീവനുകളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മരിച്ചുപോയവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശാലമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്ന ബോധ്യമായതിനെ തുടർന്നാണ് താങ്കളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അയൽ ജില്ലകളിലേക്ക് കൂടി തെരച്ചിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്തത്. ഇത് നല്ല നിലയിൽ പുരോഗമിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ആ പ്രവർത്തനത്തിനിടയിൽ എന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ കൂടിയാലോചനകളിലൂടെ അവർക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഞങ്ങളിവിടെ ഈ മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. പൊതുവെ നല്ല നിലയിൽ നടക്കുന്ന ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് മാധ്യമ ലോകത്തിന്റെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഈ പിന്തുണ ഇനിയും തുടരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും സാർ, എന്തായാലും ആ ഒരു പിന്തുണ നമ്മുടെ ഭാഗത്തു നിന്നുമല്ല. നമുക്കറിയാം, ഈ ഒരു സാധാരണക്കാരായ ആളുകൾ പോലും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ കയ്യും മെയ്യും മറന്ന് വയനാടിന് വേണ്ടി കൈകോർക്കുന്ന ഒരു സാഹചര്യമാണ്. മാധ്യമപ്രവർത്തകർ ഓരോരുത്തരും അവിടെ തന്നെയുണ്ട്. സർക്കാരിന് ഒപ്പം തന്നെ നിന്നുകൊണ്ട് വയനാടിന് കൈത്താങ്ങായി മാറുമെന്ന് ഞങ്ങളും ഉറപ്പു തരികയാണ് സാർ. വീണ്ടും ആന്റണിയിലേക്ക് പോവുകയാണ്.